പ്രമേഹമുള്ളവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും ചീത്ത കൊളസ്ട്രോളായ LDL കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും വയറിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് നീക്കി വെയിറ്റ് കുറയ്ക്കുന്നതിനും സ്ത്രീകളിൽ സ്തനാർബുദം മുതലായ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും ഇതുമാത്രമല്ല ഫാറ്റി ലിവർ കുറച്ച് കരൾ ശുദ്ധീകരിക്കുന്നതിനും ഈയൊരു ഡ്രിങ്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ദിവസവും ഗ്രീൻ ടീ കുടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഗുരുതരമായ പല രോഗങ്ങൾ തടയാൻ സാധിക്കും. ഇന്ത്യയിൽ ജനങ്ങളുടെ പ്രിയപ്പെട്ട ചൂടുള്ള പാനീയങ്ങളിലൊന്നാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീയിൽ പ്രകൃതിദത്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. പലതരത്തിലുള്ള ആരോഗ്യകരമായ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ കാണപ്പെടുന്ന ഒന്നാണ് ഗ്രീൻ ടീ. ഇതിൽ പ്രകൃതിദത്ത സംയുക്തമായ പോളിഫീനോളുകളും അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരത്തിലെ വീക്കം കുറയ്ക്കുന്നതിനും ക്യാൻസറിൻ്റെ വികസനം തടയുന്നതിനും സഹായിക്കുന്നു. ഗ്രീൻ ടീയിൽ കാറ്റച്ചിൻ അടങ്ങിയിരിക്കുന്നു. ഇവ പ്രകൃതിദത്ത ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. ഇവയാണ് ക്യാൻസർ വരുന്നതിനുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നത്. സ്ത്രീകളിൽ സ്തനാർബുദ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നതാണ് ഗ്രീൻ ടീയുടെ മറ്റൊരു ഗുണം. ദിവസവും ഗ്രീൻ ടീ കുടിക്കുന്ന സ്ത്രീകൾക്ക് സ്തനാർബുദം വരാനുള്ള സാധ്യത 20 മുതൽ 30% വരെ കുറവാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ഇനി പുരുഷന്മാർക്ക് വളരെ നല്ലതാണ് ഗ്രീൻ ടീ. കാരണം പഠനമനുസരിച്ച് ഗ്രീൻ ടീ കുടിക്കുന്ന പുരുഷന്മാർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല വൻകുടൽ ക്യാൻസർ സാധ്യത 42% കുറയ്ക്കാനും ഗ്രീൻ ടീക്ക് കഴിയും. അടുത്തത് പ്രതിരോധശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ. നമ്മുടെ പ്രതിരോധശേഷി ശക്തമാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് വിവിധ സൂക്ഷ്മാണുക്കളെയും അണുബാധകളെയും രോഗങ്ങളെയും എളുപ്പത്തിൽ ചെറുക്കാൻ സാധിക്കും. ഗ്രീൻ ടീ പതിവായി കുടിക്കുന്നത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അടുത്തത് അലർജി കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു പാനീയമാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീയിലെ കാറ്റച്ചിൻ പ്രകൃതിദത്ത അലർജി വിരുദ്ധ ഘടകമാണ്. ഇത് ഹിസ്റ്റമിൻ, ഇമ്മ്യൂണോഗ്ലോബിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമാകുന്ന പ്രധാന സെൽ റിസപ്റ്ററുകളെ തടയുന്നു. ഈ സംയുക്തങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ മിക്ക അലർജി പ്രതിപ്രവർത്തനങ്ങൾക്കും കാരണമാകുന്നത്. ഇവയുടെ ഉൽപ്പാദനം തടയുന്നതിലൂടെ പൂമ്പൊടി, വളർത്തുമൃഗങ്ങളുടെ രോമം, പൊടി തുടങ്ങിയ മിക്ക അലർജികളോടും നമ്മുടെ ശരീരം പ്രതികരിക്കുന്നതിൽ നിന്ന് ഗ്രീൻ ടീ തടയുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള അലർജിയുള്ളവർ ഗ്രീൻ ടീ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അടുത്തത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ വളരെ നല്ലതാണ് ഗ്രീൻ ടീ. അമിത മാനസിക സമ്മർദ്ദം ഒരാളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ആരോഗ്യം മോശമാക്കും. അമേരിക്കൻ ബൊട്ടാണിക്കൽ കൗൺസിൽ നടത്തിയ ഗവേഷണമനുസരിച്ച് ഗ്രീൻ ടീയിലെ പോളിഫീനോൾ തലച്ചോറിലേക്ക് ഗ്ലൂക്കോസിൻ്റെ സ്ഥിരമായ വിതരണം നൽകാനും മാനസിക സമ്മർദ്ദവും വിഷാദവും കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. ഇതുമാത്രമല്ല ഗ്രീൻ ടീയിലെ തിയാനിനും മറ്റ് അവശ്യ അമിനോ ആസിഡുകളും പ്രകൃതിദത്തമായ ആൻറ്റി ഡിപ്രസൻ്റായി പ്രവർത്തിക്കുകയും സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. കഫീൻ അടങ്ങിയ മറ്റു പാനീയങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗ്രീൻ ടീയിൽ കഫീൻ കുറവാണ്. ഇതാണ് ആൻറ്റി ഡിപ്രസൻ്റ് ഗുണങ്ങൾക്ക് കാരണമാകുന്നത്. അടുത്തത് അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഗ്രീൻ ടീ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഗ്രീൻ ടീയിലെ കാറ്റച്ചിൻ, പോളിഫീനോൾ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും അധിക കൊഴുപ്പ് ഒഴിവാക്കുകയും ചെയ്യുന്നു. ഗ്രീൻ ടീയിലെ ചില സംയുക്തങ്ങൾ ഉപാചയ പ്രക്രിയ വർദ്ധിപ്പിക്കുകയും നമ്മുടെ ശരീരം ഭക്ഷണത്തെ കലോറികളാക്കി മാറ്റുന്ന നിരക്ക് ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വളരെ നല്ലതാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീയിലെ ടാനിൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് ചീത്ത കൊളസ്ട്രോളായ LDL കുറയ്ക്കുകയും ആത്രോസ്ക്ലീറോസിസ് ഉണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ധമനികളുടെ ഭിത്തികളിൽ പ്ലേക്കും കൊഴുപ്പും അടിഞ്ഞുകൂടുന്നതിനാൽ ധമനികളുടെ കാഠിന്യത്തിനും സങ്കോചനത്തിനും കാരണമാകുന്ന ഒരവസ്ഥയാണ് ആത്രോസ്ക്ലീറോസിസ്. ഇത് ഹൃദയാഘാതം, പക്ഷാഘാതം, കൊറോണറി ആർട്ടറി ഡിസീസ് തുടങ്ങിയ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുന്നു. അതുകൊണ്ട് ഇവയെല്ലാം ഒരു പരിധിവരെ തടയുന്നതിന് ഗ്രീൻ ടീ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത്
ഫാറ്റി ലിവർ കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ് ഗ്രീൻ ടീ. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവമാണ് കരൾ. ശരീരത്തിലെ വിഷാംശം നീക്കി രക്തം ശുദ്ധമാക്കുക, ശരീരത്തിലെ അണുബാധകൾ ചെറുക്കുക എന്നിവയാണ് കരളിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. കരളിൻ്റെ പ്രവർത്തനം താളം തെറ്റിയാൽ ബാധിക്കുന്നത് ശരീരത്തെ മുഴുവനാണ്. ഫൈബർ, ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കരളിലെ വിഷാംശം ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അതിനാൽ കരളിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല മികച്ച പാനീയങ്ങളിലൊന്നാണ് ഗ്രീൻ ടീ. ഫാറ്റി ലിവർ രോഗം പിടിപെടാനുള്ള സാധ്യത 75% കുറയ്ക്കുന്നതിന് ഗ്രീൻ ടീ സഹായിക്കുന്നു. അതിനാൽ ഫാറ്റി ലിവർ ഉള്ളവരും ഗ്രീൻ ടീ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അടുത്തത് ദഹനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ. ഇനി പ്രമേഹമുള്ളവർക്ക് ഷുഗർ കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന നല്ലൊരു പാനീയം കൂടിയാണ് ഗ്രീൻ ടീ. പഠനമനുസരിച്ച് ടൈപ്പ് 2 പ്രമേഹമുള്ളവർക്ക് ഗ്രീൻ ടീ വളരെയധികം ഗുണം ചെയ്യും. ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഗ്രീൻ ടീ സഹായിക്കുന്നു. ഇനി ഈ പറഞ്ഞ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതിന് ഗ്രീൻ ടീ ഈ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. ആദ്യം ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഈ വെള്ളം നല്ലതുപോലെ തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗ്രീൻ ടീ ലീവ്സ് ഇട്ട് കൊടുക്കുക. ഞാൻ ഗ്രീൻ ടീയുടെ ഇതുപോലത്തെ ടീ ബാഗാണ് യൂസ് ചെയ്യുന്നത്. ടീ ബാഗോ അല്ലെങ്കിൽ ഗ്രീൻ ടീ ലീവ്സോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. തിളച്ച വെള്ളം ഞാൻ ഈ ഗ്ലാസ്സിലേക്കാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഈ ഗ്ലാസ്സിലേക്ക് ഈ ടീ ബാഗ് ഇട്ട് കൊടുക്കുക. കൂടെ 1-2 പുതിന ഇലയും കൂടി ഇട്ട് കൊടുക്കുക. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞതാണ് പുതിന. ഈ പുതിന ചേർക്കുമ്പോൾ ഗ്രീൻ ടീക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ലഭിക്കും. ഇനി പെട്ടെന്ന് തന്നെ 2-3 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഗ്രീൻ ടീ ലീവ്സ് ഉപയോഗിക്കുന്നവരും ഇതുപോലെ തന്നെ ചെയ്യുക. 3 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും 1 ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക, കുടിക്കുക. ഇതിൽ പഞ്ചസാര ചേർക്കരുത്. ചെറുനാരങ്ങയിലെ വൈറ്റമിൻ സി പല രോഗങ്ങളെയും തടയാൻ വളരെ നല്ലതാണ്. ഷുഗർ കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും അമിതവണ്ണം കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഫാറ്റി ലിവർ കുറയ്ക്കുന്നതിനും ക്യാൻസർ വരാതിരിക്കാനും ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനുമൊക്കെ ഗ്രീൻ ടീ ഈ രീതിയിൽ തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. ഗ്രീൻ ടീ കുടിക്കുന്നവർ ഒരു ദിവസം 2-3 കപ്പ് ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ്. ആരോഗ്യ ഗുണങ്ങൾക്കായി ഗ്രീൻ ടീ ഇതുപോലെ തയ്യാറാക്കി കുടിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ഇൻഫർമേഷനും റെസിപ്പിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ലൊരു ഗ്രീൻ ടീ തയ്യാറാക്കി കുടിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക് യു.